ശ്രീമതി ജയപ്രമീള ദേവി ഇവിടെ ശ്രീമതി ജയപ്രമീള ദേവി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇവിടെ അഗ്നിശുദ്ധി വരുത്തി തങ്ങളെല്ലാം തിരികെ എത്തുമെന്നാണ് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം നടത്തിയിരിക്കുന്ന വാദം. ഇവിടെ അഗ്നിശുദ്ധി അവർ വരുത്തുമോ, അതോ ഈ ഇരകളൊക്കെ ഈയാം പാറ്റകളെ പോലെ ചിറക് കരിഞ്ഞ് നിലംപതിക്കുന്ന കാഴ്ച തന്നെയാകുമോ? രാഷ്ട്രീയത്തിൽ അമിതമായി ഉപയോഗിക്കപ്പെട്ടതുകൊണ്ട് ശുദ്ധി നഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് അഗ്നിശുദ്ധി വരുത്തി തിരികെ വരിക എന്നത്. അഗ്നിശുദ്ധി വരുത്തി യഥാർത്ഥത്തിൽ വന്നത് സീതാദേവി എന്ന പതിവ്രത രത്നമാണ്. പക്ഷെ ആ പദം സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ശുദ്ധി കളഞ്ഞിരിക്കും. സിനിമാ മേഖലയിലെ കുറെ ആളുകൾ ആരോപിതരാണ്, കുറെ ആളുകൾ തങ്ങൾ ഇരകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇരകൾ സ്വാഭാവികമായും യഥാർത്ഥ ഇരകൾ അവർ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ഇന്ന് ഇരകൾ എന്ന് പറഞ്ഞ് മുൻപിൽ വന്നിരിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ഇരകളാണോ, അതോ അവർക്ക് ചില ലാഭേച്ഛകളുണ്ടോ? യഥാർത്ഥ കുറ്റം ചെയ്തവരൊക്കെ ഇന്ന് കേസ് അന്വേഷണത്തിൽ പെടാൻ പോകുമോ, അതോ അവർ കർട്ടന് പിറകിൽ സുരക്ഷിതരായി ഒളിച്ചിരിക്കുകയാണോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല രോഹിണി. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് മുൻപ് ഞാൻ പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ്. ഇടതുപക്ഷം എന്ന പ്രസ്ഥാനവും അതിനെ നയിക്കുന്ന ഒരു സർക്കാരും ഉള്ളിടത്തോളം കാലം തീരെ പ്രതീക്ഷിക്കേണ്ട, എന്റെ സുഹൃത്ത് BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ധർമ്മവും കർമ്മശുദ്ധിയുമൊന്നും ഈ നാട്ടിൽ വീണ്ടെടുക്കപ്പെടുമെന്ന പ്രതീക്ഷ വേണ്ട. ഇടതുപക്ഷം ഇതിനെല്ലാം എതിരെയാണ് നിൽക്കുന്നത്. ഷോൺ ജോർജ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇടതുപക്ഷം വ്യവസ്ഥിതിക്കെതിരെയാണ്, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ധർമ്മ സംവിധാനങ്ങൾക്കും എതിരെയാണ്. അതുകൊണ്ട് യാതൊരു ശുഭപ്രതീക്ഷയും ഇക്കാര്യത്തിൽ വേണ്ട. ഒരുപക്ഷെ അഗ്നിയുടെ ശുദ്ധി കൂടി കെട്ടുപോയേക്കാം ഈ സർക്കാർ രക്ഷിക്കാൻ പോകുന്ന ചിലർ അഗ്നിയിലൂടെ കടന്നു വന്നാൽ. അത്രമാത്രമേ പറയാനുള്ളൂ. ശുഭോദർക്കമായി യാതൊന്നും കാണാനില്ല എന്ന് ഖേദത്തോടെ പറയേണ്ടി വരുന്നു. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ഈ സിനിമാ മേഖലയെ കാർന്നു തിന്നുന്ന വിധ്വംസക ശക്തികളെ നിയന്ത്രിച്ചേ മതിയാകുകയുള്ളൂ. അത്തരം പ്രവൃത്തികൾ നടത്താൻ ആസൂത്രണം ചെയ്യുന്ന ഒരു സംഘമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താത്തതും അതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്.